തരുൺമൂർത്തി മേക്കിംഗ്, JX ബിജോയ് മ്യൂസിക്, പിന്നെ ലാലേട്ടൻ. അടിപൊളി പടം. 101%. ഇതാണ് മോഹൻലാൽ, ഇതാണ് സിനിമ. ഇതിനൊരു ഹൈപ്പ് പോലും ഇല്ലായിരുന്നു സിനിമയ്ക്ക്. അത്രയും ഹൈപ്പ് കൊണ്ടുവന്നിട്ട് അതിനെ മോഹൻലാലിനെ വെറും കോമാളിയാക്കിയതിലാണ് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ പൊട്ടിത്തെറിച്ചത്. അതെൻ്റെ അവകാശമാണ്. അടിപൊളി. ലാലേട്ടൻ തകർത്ത്. കൊമ്പൻ ഇറങ്ങി, കൊമ്പൻ. കണ്ണ് കറങ്ങിയിരിക്കണ്ടല്ലേ, കരയാനും ഉണ്ട്, എല്ലാം ഉണ്ട്, ഞെട്ടിക്കും. റിഡംഷൻ ആർക്കെന്നാ പറഞ്ഞു. മലയാളത്തിന് മോഹൻലാൽ ഈസ് ബാക്ക്. ഒരു രക്ഷയില്ല, കിടില സിനിമ വേണ്ട. എന്ത് പറയേ, കണ്ട സിനിമ വേണ്ട. ഒന്ന് നിങ്ങൾ മറന്നു സിനിമ കാണണം. കിടില സിനിമ. നമ്മൾ ദൃശ്യ സിനിമ കണ്ടില്ലേ, അതേ സെയിം. നമ്മൾ അത്രത്തോളം ഇത് കൊടുക്കാതെ വന്നിട്ട് ഇവിടെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം. കിടില സിനിമയാണ് ബ്രോ. സത്യം പറഞ്ഞല്ലോ, മനസ്സ് നിറഞ്ഞ് കണ്ടിട്ട് ഇറങ്ങിയാണ്. അതായത് ഇതിനു മുന്നേ എമ്പുരാൻ പല ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ നമ്മൾ ഇത്ര നാൾ പ്രതീക്ഷിച്ചിരുന്ന എന്താണോ ഈ ഓൾഡ് ലാലേട്ടൻ ന്യൂ ലാലേട്ടൻ എന്നല്ല, നമുക്കിത് റിയൽ OG ലാലേട്ടനെ നമുക്കിനകത്ത് കാണാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് നോളജ്. സത്യം പറഞ്ഞാൽ ഒരു ട്രൂ ലാലേട്ടൻ ഫാനിന് എന്തൊക്കെ കിട്ടാനുള്ള എല്ലാം ഉണ്ട്. ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള സാധനമാണ്. BGM ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്താ പറയുക, ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊന്നും കൂടെ ലൈക്ക് അത് ഉൾക്കൊള്ളാനേ. ഭയങ്കരമായിട്ട് ഗംഭീര സിനിമ ബ്രോ. അയ്യോ അടിപൊളി, ഞെട്ടിച്ചു. ബ്രില്യൻ. കണ്ണ് കറങ്ങിയിരിക്കണ്ടല്ലേ, കരയാനും ഉണ്ട്, എല്ലാം ഉണ്ട്, ഞെട്ടിക്കും. ഓ സൂപ്പർ സിനിമയാണ്, ഒരു രക്ഷയില്ല. മോഹൻലാലിൻ്റെ ഒരു കംപ്ലീറ്റ് കംബാക്ക് ഈ സിനിമയിൽ എല്ലാം ഉണ്ട്. ഫുള്ളി പാക്ഡ്, ഒരു ക്ലീൻ ഹിറ്റ് സിനിമ. പടം കിടു. തരുൺമൂർത്തി മലയാളത്തിൻ്റെ മോഹൻലാലിനെ ഇനി ഇത്രയും ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാളുടെ അഭിനേതാവിനെയും ആ ഒരു ഫാൻസുകാർക്കുള്ള കുറേ മൊമെൻറ്റ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ക ഫാമിലി ഡ്രാമയാണ്, പക്ഷേ അതിലൊരു സംഭവം കൂടെ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ സിനിമ കണ്ട് ആസ്വദിക്കണം. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. തരുൺമൂർത്തി മേക്കിംഗ്, JX ബിജോയ് മ്യൂസിക്, പിന്നെ ലാലേട്ടൻ. അടിപൊളി പടം. എല്ലാ ഓഡിയൻസ് കയറി കാണണമെന്നേ പറയത്തുള്ളൂ. ക്ലീൻ ഹിറ്റ് അത്ര അടിപൊളി പടമായിരുന്നു. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. സൂപ്പർ. ഇഷ്ടം പോലെ ഉണ്ട്. കൈയടിച്ച് മരിക്കും എല്ലാവരും. അത്രയും അടിപൊളിയായിരുന്നു. നല്ല പടം. ബ്രോ കഴിഞ്ഞ വീഡിയോ ഞാൻ ഉണ്ടായിരുന്നു. ഇത് കൊള്ളാം ബ്രോ. നൈസ് പടമാണ്. എല്ലാവരും പോയി കാണുക. അടിപൊളി പടമാണ്. ലാലേട്ടൻ കംബാക്കാണ് ഈ പടം. നൈസാണ്. മലയാളത്തിന്റെ മോഹൻലാൽ തുടരുന്നു. സൂപ്പർ സിനിമയായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഞാൻ കണ്ട സൂപ്പർ സിനിമ. ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിംഗ് ആണ്. ഹൈലി എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ മോഡിൽ പോകുന്ന ചിത്രം. ആദ്യ ഫസ്റ്റ് ഹാഫോട് കൂടി ഒരു ക്രൈം മിസ്റ്ററി മോഡിലോട്ടാണ് പോകുന്നത്. ഹൈലി എൻഗേജിംഗ് ആണ്. വളരെ പ്രതീക്ഷ നടത്തുന്ന ആദ്യ പകുതിയായിരുന്നു. തരുൺമൂർത്തിയുടെ ഹാട്രിക് ചിത്രം എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. പക്ഷേ അതിനുശേഷം രണ്ടാം പകുതിക്ക് ശേഷം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിനിമ എങ്ങനെയാണ് അവസാനിക്കുന്നതും സിനിമയുടെ മുന്നോട്ട് പോക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ചെറിയൊരു കുഴപ്പം മാത്രമേ കാണുന്നുള്ളൂ. ടോട്ടലി സിനിമ ഒരു ഓക്കേഷ് മൂവിയാണ്. മോഹൻലാലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസസ്, ഏറെ കാലത്തിന് ശേഷം മോഹൻലാലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസസ് നമുക്ക് കാണാൻ കഴിയും. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. തരുൺമൂർത്തിയുടെ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ജാവ എന്നുള്ള ചിത്രത്തിനും സൗദി വെള്ളയ്ക്കും ശേഷം ഒരു ഹാട്രിക് വിജയം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്ന ചിത്രം തന്നെയാണ്. ഇറ്റ്സ് ഓക്കെ, നല്ലൊരു മൂവിയാണ്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. കിടിലം പടം, അന്യായ പടം, കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. തരുൺമൂർത്തി അടിപൊളിയായിട്ട് പണിയിച്ചിട്ടുണ്ട്. അടിപൊളി. ലാലേട്ടൻ തകർത്ത്. കൊമ്പൻ ഇറങ്ങി, കൊമ്പൻ. വിത്തൗട്ട് ക്വസ്റ്റ്യൻ ബ്രോ. തരുൺമൂർത്തി ഒരു ഹ്യൂജ് താങ്ക്സ്, നന്ദി. അത്ര പറയാനുള്ളൂ ബ്രോ. ഫസ്റ്റ് ഹാഫ് ഈസ് വേറെ ലെവൽ, സെക്കൻഡ് ഹാഫ് അതുക്കും മേലെ ലെവൽ. ലാലേട്ടൻ അങ്ങ് അഴിഞ്ഞാടിയിരിക്കുക. റിഡംഷൻ ആർക്കെന്നാ പറഞ്ഞു. മലയാളത്തിന് മോഹൻലാൽ ഈസ് ബാക്ക്. അത്രേ ഉള്ളൂ പറയാൻ. നല്ല പടമായിരുന്നു. കിടിലം പടം. എമ്പുരാനെക്കാട്ടി എനിക്ക് കൂടുതൽ പേഴ്സണലി മോഹൻലാലിൻ്റെ ആക്ടിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് സ്റ്റാർട്ടിങ് ടു എൻഡ് കിടിലായിരുന്നു. പടം ഉഗ്രം പടമാണ്. ഫാമിലി മൂവിയാണ്. നമുക്ക് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ്റെ വൻ തിരിച്ചു വരാമെന്ന് വേണമെങ്കിൽ പറയാം. നോർമലി നമുക്ക് കോട്ട സൂട്ട് ഇടേണ്ട കാര്യമില്ല. ലാലേട്ടൻ മാസം ആണെങ്കിൽ മുണ്ടൊന്ന് മടക്കി കുത്തിയാൽ മതി എന്ന് വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. തുടരും. ഒരു നല്ലൊരു മൂവിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാം. സൂപ്പർ പടം. ഇതാണ് വൈബ്, ലാൽ വൈബ്. ഞങ്ങൾ പ്രേക്ഷകർ മോഹൻലാലിനെ എങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ചോ അത് 101% തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറും രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രൊഡ്യൂസറും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ വളരെ വളരെ നന്ദി അവർക്ക്. വളരെ നല്ല പടം. എല്ലാവർക്കും ഫാമിലി ആയിട്ടും കുടുംബമായിട്ടും എല്ലാ ആയിട്ടും വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ. 101%. ഇതാണ് മോഹൻലാൽ, ഇതാണ് സിനിമ. ഇങ്ങനെയുള്ളൊരു മോഹൻലാലിനെ ഇതിനൊരു ഹൈപ്പ് പോലും ഇല്ലായിരുന്നു സിനിമയ്ക്ക്. അത്രയും ഹൈപ്പ് കൊണ്ടുവന്നിട്ട് അതിനെ മോഹൻലാലിനെ വെറും കോമാളിയാക്കിയതിലാണ് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ പൊട്ടിത്തെറിച്ചത്. അതെൻ്റെ അവകാശമാണ്. മോഹൻലാലിന് വേണ്ടി ഇനിയും അത് ചെയ്യും. കാരണം ഇത് മോഹൻലാലിൻ്റെ ഒരു റെഫറൻസ് സിനിമ. പഴയ മോഹൻലാൽ എങ്ങനെയായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു തരുന്ന സിനിമയാണ് ഈ സിനിമ. തുടരും. മോഹൻലാൽ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാൽ എവിടെയും പോകത്തുമില്ല. മോഹൻലാൽ ഇവിടെ തന്നെ തുടരും. മലയാളത്തിൽ തുടരും മോഹൻലാൽ. എല്ലാവരും വന്ന്
കുടുംബം അടക്കം വന്ന് ഈ സിനിമ കാണുക. അടിപൊളി സിനിമയാണ്. ഒരു കൊടുക്കുന്ന പൈസൻ്റെ 100 ഇരട്ടി തരുന്ന സിനിമ. എല്ലാവരും വന്ന് കാണുക. 101% സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനൊരു സിനിമ തന്നതിന് അവരടുത്ത്, ആ പ്രൊഡ്യൂസർമാരുടെ അടുത്ത് 100 നന്ദി. കാരണം ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച മോഹൻലാൽ. ഇതാണ് ലാൽ വൈബ്.